സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമാണ് ഇന്ന്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കിരീടത്തിന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ മാസങ്ങൾ നീണ്ട പരിശീലനത്തിലൂടെ ഒടുവിൽ സ്വപ്നമായ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു സംഘത്തെ പരിചയപ്പെടാം. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് കാസർഗോട്ട് നിന്നുള്ള സംഘം പണിയാ നൃത്തം വേദിയിൽ അവതരിപ്പിച്ചത്. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? BARHS ഭൂവിക്കാനം. അതെവിടെയാണ്? കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ്. നിങ്ങൾ എങ്ങനെയാണ് ഈ പളിയ നൃത്തം പഠിച്ചത്? ഇടുക്കുന്ന മാഷന്മാർ നമ്മളെ വന്നിട്ട് പഠിപ്പിച്ചു. നമ്മൾ സ്കൂളിലേക്ക് വന്ന് പഠിപ്പിച്ചു. അപ്പോൾ എത്ര മാസം പിടിച്ചത് പഠിക്കാൻ? നമ്മൾ സബ് ജില്ലക്ക് തൊട്ട് കുറച്ച് മുമ്പാണ് നമുക്ക് ഇങ്ങനെയുള്ള സംഭവം അറിഞ്ഞത്. അങ്ങനെ പെട്ടെന്ന് മാഷന്മാർ വന്നിട്ട് 5 ദിവസം 6 ദിവസത്തിനുള്ളിൽ പഠിച്ചിട്ട് സബ് ജില്ലയിൽ കളിച്ചു. പാട്ട് പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഓക്കെ തോന്നി. ഇപ്പൊ നിങ്ങളുടെ എണ്ണത്തിൽ ഒരാൾ കുറവാണ്, എന്താ പറ്റിയേ? അത് പെട്ടെന്ന് കളിച്ചപ്പാട് ക്ഷീണം വന്നു, പിന്നെ ശ്വാസം കിട്ടാതെ ആയിപ്പോയി. കൂടെ ഇപ്പൊ കളിക്കുന്ന കുട്ടി വയ്യാതായപ്പോ പെട്ടെന്ന് പേടിച്ചാ? നല്ലോണം പഠിച്ചു. സങ്കടമാവുന്നുണ്ടായിരുന്നു. ഈ സ്റ്റേറ്റ് കലോത്സവത്തിൽ ആദ്യമായിട്ടല്ലേ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും പേട്ട്? അതും നിറയെ ആൾക്കാരുണ്ടായിരുന്നു, ഈ സ്റ്റേജ് മൊത്തം നിറയെ ആൾക്കാരുണ്ടായിരുന്നില്ലേ കാണികളായിട്ട്? അപ്പോൾ പേടിയുണ്ടായിരുന്നോ ഈ ഫസ്റ്റ് ടൈം കളിക്കുന്ന സമയത്തൊക്കെ? പേടി ഉണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ പേടിക്കാതെ കളിച്ചു. പേടി ഉണ്ടായിന്, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോ അടുത്ത വർഷം ഇതേപോലെ വരുമോ? പളയ നൃത്തത്തിന് വേണ്ടി സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കുമോ? ഉറപ്പായിട്ട് പങ്കെടുക്കും. നിങ്ങളുടെ ഈ കോസ്റ്റ്യൂം അതേപോലെ തന്നെ മേക്കപ്പ് അതൊക്കെ ആരാ ചെയ്തന്നേ? മാഷന്മാരെല്ലാവരും കൂടിയിട്ട് ഞങ്ങൾക്ക് ചെയ്തു തന്നതാണ്. പളിയ നൃത്തത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ആദ്യം അറിയായിരുന്നോ? അത് പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായേ? ഇല്ല, ഞങ്ങൾ ആദ്യം എടുക്കാൻ കഴിഞ്ഞത് ഇരുള നൃത്തമായിരുന്നു. പിന്നെ പറഞ്ഞു കുറേ സ്കൂളുകളിൽ ഇത് കളിക്കുന്നുണ്ട്. അപ്പോൾ മാഷാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരു നൃത്തമുണ്ട്, അപ്പോൾ അത് കളിച്ചാൽ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ് വരെ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പളിയ നൃത്തം സെലക്ട് ചെയ്യാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആദ്യം എന്താണ് ഈ പളിയ നൃത്തം എന്ന് അറിയില്ലായിരുന്നല്ലേ? ഇല്ല, അറിയില്ല. പലിയ നൃത്തം ചൊല്ലിട്ട് ഞങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു. പിന്നെയാണ് മനസ്സിലായത് പലിയ നൃത്തം വേറെയാണ്, പനിയ നൃത്തം വേറെയാണ്. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാവരും ഇതിൽ ഒരാൾക്ക് പോലും നേരം എന്താണ് ഈ പളിയ നൃത്തം എന്ന് പോലും അറിയില്ലായിരുന്നു. കഷ്ടപ്പെട്ട് ഈ ടീച്ചേഴ്സ് കൂടാതെ ഇടുക്കിയിൽ നിന്ന് വന്ന സാറുമാർ പഠിപ്പിച്ചിട്ടാണ് ഈ പിള്ളേരടക്കം ഇപ്പോൾ ഈ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ കളിക്കണതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കളിച്ചതിന് ശേഷം ഒരു കുട്ടിക്ക് വയ്യാതായി. എന്തായാലും ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്. ക്യാമറ പേഴ്സൺ അക്ഷയ്ക്കൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്.